ഹബീബി ഇസ്താംബൂളിലെ സെക്കൻഡറി കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് തുടങ്ങാൻ വിചാരിച്ചു. യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്ടോ നമുക്ക് വളരെ അറിയുന്നത്. എന്തായാലും നമ്മള് മാറ്റി ഇറങ്ങി 5 മിനിറ്റിന് ഒരു ചിക്കനും ബീഫും ഷവർമ്മയോട് കുത്തിക്കയറ്റി. ഷവർമ്മ എന്ന് ഓണായപ്പോ നേരെ വിട്ടു ഗ്രാൻഡ് ബസാർക്ക്. ഇതൊരു ലോകാണ് മക്കളെ. എമ്മി വാപ്പല്ലാതൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഇവിടെ മിനിറ്റിന് പള്ളിയാണ്. അതുകൊണ്ട് നിസ്കരിക്കാത്തവൻ പള്ളിയുടെ മൊഞ്ച കണ്ടിട്ടാലും കയറി നിസ്കരിച്ചോളൂ. പിന്നെ പിടിച്ചത് ബാസിലിക്ക സിസ്റ്റർ ആണ്. അതിന്റെ ഉള്ളിൽ കയറി ഒരു പ്രേതം വൈപ്പൊക്കെ തോന്നും. പക്ഷെ എനിക്ക് പാടില്ല, കാരണം എന്റെ കൂടെ ശൈത്താണ്ടല്ലോ. രണ്ടും കൂടി ഒരുമിച്ച് അല്ലാണ്ട് സേഫാണ്. നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലെ ടർക്കിഷ് സസാമിയ ബ്രെഡ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഒന്നാണ് കുത്തിക്കയറ്റി. നമ്മൾ ഇത്ര നേരം കണ്ടത് തുർക്കിയിലെ യൂറോപ്യൻ സൈഡാണ്. ഏഷ്യൻ സൈഡ് ഒന്നും കണ്ടില്ല വിചാരിച്ചിട്ട് മുന്നിൽ കണ്ട ബോട്ടിലാണ് ചാടിക്കയറി. അതിന്റെ ഇടയിൽ നമ്മളൊന്ന് ജാക്ക് റോസ് റൊമാൻസ് വിട്ടൊരു കളിയില്ല. ടൈറ്റാനിക് മരണ പോലെ മരണ പിന്നെ റൊമാൻറ്റിക് ആയ നമ്മളും ഉണ്ടാവില്ല. പഠിച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പിടിച്ചു ഏഷ്യൻ സൈഡ്. അവിടെ പോയി കാര്യമായിട്ടൊന്നും നടന്നില്ല, തീറ്റ മാത്രം നടന്നുള്ളൂ. കാണാൻ വല്ലാതൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും പോകുന്ന യൂറോപ്യൻ സൈഡ് തന്നെ. അടുത്താണ് മക്കളെ കിടിലൻ ഗലാട്ട ടവർ. ഇവിടെ വന്നിട്ടില്ലേ പിന്നെ എന്തിനാ ചങ്ങായിമാരെ തുർക്കിക്ക് വന്നിട്ട്. ഇവിടെ വന്നിട്ട് ഈ കടയിൽ നിന്ന് ചീസ് കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദീൻ ഇസ്ലാമെന്ന് പുറത്താണ്. അവിടെയാണെങ്കിൽ ഒടുക്കത്തായിരിക്കും. നാട്ടില് ഫുഡ് അടിക്കാൻ കല്യാണത്തിന് സീറ്റ് പിടിച്ച് ശീലമുണ്ട്. മിന്നൽ വേഗത്തിൽ നമ്മൾ ചാടിയിരുന്നു. എല്ലാം 2 പ്ലേറ്റ് പോന്നോട്ടെ എന്താണ്ട് പറഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഒരു ഈവ സാധനമാണ് മോനെ. അതിൽ ചോക്ലേറ്റ് ഒഴിച്ച സാധനമാണ് മജ. ഏതായാലും അല്ലേ ബാ നമുക്ക് അതിന്റെ മോളിന്റെ കൊത്തി പിടിച്ച് കയറി വെക്കാം. മോളിൽ കയറി ഇസ്താംബൂളിന്റെ യൂറോപ്യൻ സൈഡാണ് കാണാൻ നമുക്ക്. പടച്ചോനോരോ കളികൾ നോക്കിയേക്കാം. ഓരോ നാടും നഗരം എത്ര അടിപൊളിയായിട്ടാണ് മൂപ്പർ ഉണ്ടാക്കിക്കുന്നത്. ഇതൊന്നും കാണാതെ മേപ്പെട്ടോക്കി എന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഓരോ നാടിനും ഓരോ കഥ പറയണ്ട. കഥ കേട്ടപ്പോ നമ്മൾ മരിക്കോളം മറക്കില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ഹമാം ബാത്താണ്ട് പാസ്സാക്കി. കുളിസി കാണാൻ ആരും നിൽക്കണ്ട, വണ്ടി വിട്ടോളി. മീരാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുഡ് അടി മസ്റ്റ് ആണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. തീറ്റക്ക് കുറവെന്ന ദേവി കോപിക്കും. അതിന് നമുക്ക് ഇഷ്ടമല്ല. അതങ്ങോട്ട് മുണിങ്ങിയപ്പോ വീണ്ടും പവറായി. തിന്നു കഴിഞ്ഞാൽ റാഹത്താവണമെന്നുണ്ടെങ്കിൽ ഒരു മധുരം കയറ്റണം. പക്ഷെ തിന്നണമെങ്കിലും വേണ്ട അവന്റെ കയ്യിൽ നിന്ന് അതൊന്നും കിട്ടുക. അതൊക്കെ മോത്തും ചെറിയിലും കഴിച്ചിട്ട് ഒന്നും തിന്നാണ്ടാവില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഓളെ മോന്താണ്ട് പാവം തോന്നിട്ട് ഓനത്തോട് കൊടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് രാത്രി ഓവർനൈറ്റ് ഫ്ലിക്സ് ബസ് കൊടുത്ത് അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ പോവാ. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം. അസ്സലാമ.